പ്രിയമുള്ളവരെ, പെസഹായിലെ ഈ ഞായറാഴ്ചയിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കർത്താവായ യേശു തൻ്റെ ഉത്ഥാനം വെളിപ്പെടുത്തിക്കൊണ്ട് ശിഷ്യന്മാരെ ഉത്ഥാനത്തിനെ കുറിച്ച് ബോധ്യപ്പെടുത്തുകയാണ്. താൻ സത്യമായി ഉയർത്തെഴുന്നേറ്റുവെന്ന് വിശ്വസിക്കുവാൻ കഴിയാതിരുന്ന ശിഷ്യന്മാർ അവിശ്വാസത്തോടുകൂടി അവിടത്തെ ദർശിച്ചവർ മറിയം മഗ്ദലേനായ്ക്ക് അവിടെ നിന്ന് പ്രത്യക്ഷപ്പെട്ടു. എമ്മാവൂസിലേക്കുള്ള ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഇന്നത്തെ സുവിശേഷത്തിൽ ഭയത്താൽ മുറിയിൽ കതകടച്ച് ഇരുന്നു കൊണ്ട് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട വിവരത്തെക്കുറിച്ച് ശിഷ്യന്മാർ ചർച്ച ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് പ്രത്യക്ഷപ്പെടുന്നു. മരിച്ച ഒരു വ്യക്തി തിരിച്ചുവെന്നെന്ന് പറഞ്ഞാൽ ആർക്കാണ് വിശ്വസിക്കുവാൻ സാധിക്കുക? ഞാനാണ് മരിച്ചത് എന്ന് നിങ്ങൾ കരുതിയത് ഞാൻ തിരിച്ച് വന്നിരിക്കുന്നു, ഞാൻ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും വിശ്വസിക്കുവാൻ കഴിയുമോ? 3 വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവം. കടലിൽ പോയൊരു മനുഷ്യൻ ബോട്ട് മറിഞ്ഞ് കടലിൽ വെച്ച് കാണാതായി. അദ്ദേഹം മരിച്ചു എന്ന് കരുതി. 6 മാസങ്ങൾക്ക് ശേഷം വീട്ടിൽ മരിച്ചുപോയ ആൾക്ക് വേണ്ടിയുള്ള ചടങ്ങുകൾ നടക്കുകയും തുടർന്ന് ഭക്ഷണങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ മനുഷ്യൻ തിരികെ എത്തിയത്. 6 മാസത്തോളം ഓർമ്മയില്ലാതെ കിടന്ന മനുഷ്യനെ ആരൊക്കെയോ സംരക്ഷിച്ചു. സൗഖ്യപ്പെട്ട് തിരികെ വരുമ്പോൾ തൻ്റെ മരണവാർത്ത അദ്ദേഹം അറിയുന്നു. തനിക്ക് വേണ്ടി ചെയ്ത കർമ്മങ്ങളെക്കുറിച്ച് അവരുടെ കൂടെ നിന്നുകൊണ്ട് അദ്ദേഹം കാണുന്നു. അവരോടൊപ്പം ഭക്ഷണം കഴിക്കുന്നു. അദ്ദേഹത്തിനെ ആരും തിരിച്ചറിയുന്നില്ല. കാരണം അവർ പ്രതീക്ഷിക്കുന്നില്ല അദ്ദേഹം തിരികെ വരുമെന്ന്. മരിച്ച വ്യക്തി എന്നാൽ തന്നെ വെളിപ്പെടുത്തുവാൻ മടി കാണിക്കുകയാണ്. എല്ലാവരും തിരിച്ചു പോകുന്ന സമയത്ത് അദ്ദേഹവും തിരിച്ചുപോയി. തൻ്റെ സുഹൃത്തുക്കളെ അദ്ദേഹം ഫോണിൽ കൂടെ വിളിച്ചു പറഞ്ഞു, ഞാൻ മരിച്ചിട്ടില്ല, ജീവിച്ചിരിപ്പുണ്ട്. അവർക്കത് വിശ്വസിക്കുവാൻ തോന്നിയില്ല. തൻ്റെ ജീവിത പങ്കാളിയെ അയാൾ വിളിച്ചു പറഞ്ഞു. അവൾക്കും അയാളെ വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. അവസാനം അദ്ദേഹം തൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ചെന്നിട്ട് പറയുകയാണ്, ഞാൻ മരിച്ചിട്ടില്ല, ഞാൻ ജീവിച്ചിരിപ്പുണ്ട്, എനിക്ക് ഇന്ന കാര്യങ്ങൾ സംഭവിച്ചു, ഞാൻ തിരികെ വന്നിരിക്കും. ആ സുഹൃത്താണ് പിന്നീട് കുടുംബാംഗങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഈ മനുഷ്യനെ വീട്ടിലേക്ക് കൊണ്ടുവരിക. ഇതുപോലെ കർത്താവ് ഇന്ന് ശിഷ്യന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയുകയാണ്, ഇത് ഞാനാണ്, ഭക്ഷിക്കാൻ എന്തെങ്കിലും തരിക, പൊരിച്ച മീൻ കൊണ്ടുവരിക, എന്നെ തൊട്ടു നോക്കുക, ഇത് ഞാനാണെന്നറിയുക, ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഈ ഒരു ബോധ്യം ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അവർക്കൊരു കമ്മീഷനിങ് അല്ലെങ്കിൽ അവരെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണ്. നിങ്ങളും ലോകമെമ്പാടും പോയി ദൈവം ലോകവുമായി അനുരഞ്ജനപ്പെട്ടതിൻ്റെ സന്തോഷവാർത്ത അറിയുവാൻ. പത്രോസ് ഇന്ന് പത്രോസിൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ കുരിശിലേറ്റ് കൊന്ന ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഞങ്ങളതിന് സാക്ഷികളാണ്. അതുകൊണ്ട് നിങ്ങളുടെ നേതാക്കന്മാർ ചെയ്ത പാപങ്ങൾക്ക് പരിഹാരമായി നിങ്ങളവനിൽ വിശ്വസിക്കുകയും ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ പാപമോചനം നേടുകയും ചെയ്യും. പൗലോസ് അപ്പോസ്തലനും ഇതുതന്നെ പറയുന്നുണ്ട്. മരിച്ചവരെക്കുറിച്ചുള്ള പ്രത്യാശയോടുകൂടി ജീവിക്കുക എന്ന് മാത്രമല്ല, നമുക്ക് വേണ്ടി മരിച്ചവന് ഉയർത്തെഴുന്നേറ്റുമായി വിശ്വസിക്കുവാൻ കഴിയണം. 2ാമത്തെ വായനയിൽ യോഹന്നാൻ ശ്ലീഹ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, ലോകത്തിൻ്റെ മുഴുവനും പാപങ്ങൾക്ക് പരിഹാരമായി കർത്താവായ യേശു പരിഹാരം ചെയ്തു, അവൻ ഉയർത്തെഴുന്നേറ്റു.
മരണത്തെ ജയിച്ച ക്രിസ്തുവിൻ്റെ മക്കളാണ് നാം ഓരോരുത്തരും എന്നുള്ള ബോധ്യം നമുക്കിന്നുണ്ടാകണം. അനുരഞ്ജനപ്പെടുവാൻ ഉള്ള വിളി, ഈ അനുരഞ്ജനം പ്രഘോഷിക്കുവാൻ, അങ്ങനെ ലോകത്തിന് മുഴുവനും വേണ്ടി മരിച്ച ക്രിസ്തുവാണെന്നും കുറച്ചു പേർക്ക് വേണ്ടിയുള്ളതല്ല, എല്ലാവരുടെയും രക്ഷയാണ് അവിടെ നിന്ന് ആഗ്രഹിക്കുന്നുള്ള ഉത്തമമായിട്ടുള്ള ബോധ്യത്തിൽ ജീവിക്കുവാനായിട്ടുള്ള ഒരു വിളി നമുക്കോരോരുത്തർക്കും ഇന്ന് നൽകും. ഇന്ന് നമുക്ക് പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നഷ്ടപ്പെടുത്തിയ അവസരങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കുവാനും സഹോദരങ്ങളോട് രമ്യപ്പെടാനും. ദൈവത്തോട് രമ്യപ്പെടുക എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളോടുകൂടിയുള്ള ഒരു രമ്യപ്പെടൽ കൂടിയാണ്. വിദ്വേഷവും പകയുമായി കഴിയുന്ന നമ്മളെ ഓരോരുത്തരെയും ഇന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുന്നത് അനുരഞ്ജനത്തിലൂടെ മാത്രമേ രക്ഷ സാധ്യമാകൂ. പിതാവുമായി മനുഷ്യകുലത്തെ അനുരഞ്ജനപ്പെടുത്തുവാൻ പുത്രനായ ക്രിസ്തു കുരിശിൽ മരിച്ചുകൊണ്ട് പാപപരിഹാരം ചെയ്തുവെങ്കിൽ, ആ പാപപരിഹാരം വഴി നാം ഓരോരുത്തരും രക്ഷയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ, ഈ രക്ഷ അനുഭവവേദ്യമാക്കുവാൻ നമ്മളെ ഓരോരുത്തരെയും ഇന്ന് കർത്താവ് വിളിക്കുന്നു. ഇത് പകർന്നു കൊടുക്കുവാനുള്ള വലിയൊരു ദൗത്യം നമുക്കുണ്ട്. കർത്താവ് ആദ്യമേ ആശംസിച്ചത് സമാധാനമാണ്. നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭയപ്പെട്ടവരുടെ ഇടയിലേക്ക് കർത്താവ് വരിക. നമ്മൾ ഈ സമാധാനം നിലനിർത്തിക്കൊണ്ടും പകർന്നു കൊടുത്തുകൊണ്ടും കർത്താവായ യേശു പകർന്നു തന്ന ഈ അനുരഞ്ജനം ലോകത്തിന് മുഴുവനും പകർന്നു കൊടുക്കുവാൻ കൃപ നൽകുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കാം. കുരിശിലൂടെ നേടിയെടുത്ത ഈ അനുരഞ്ജനം നമ്മുടെ ജീവിതത്തിൽ സാധ്യമാക്കുവാനും നമ്മുടെ വ്യക്തിപരമായ ബന്ധങ്ങളിൽ, കുടുംബ ബന്ധങ്ങളിൽ, ഇടവക ബന്ധങ്ങളിൽ, സമൂഹത്തിൽ ഒക്കെ ഈ ബന്ധം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ ഇന്നത്തെ ഈ ദിവസം നമുക്ക് പ്രത്യേകമായും പരിശ്രമിക്കാം. അങ്ങനെ ലോകം മുഴുവനും നമ്മൾ വഴി ക്രിസ്തു ഉത്ഥാനം ചെയ്യുന്നു സാക്ഷ്യപ്പെടുത്തുവാൻ നമുക്ക് കഴിയട്ടെ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോ ആരാധന.